തുടർച്ചയായ പരാജയങ്ങൾ വന്നതോടെ മലയാളികൾ ഏറെ കാത്തിരുന്ന തിരിച്ചുവരവായിരുന്നു മോഹൻലാലിന്റേത്. 200 കോടി സിനിമയുൾപ്പെടെ 3 വമ്പൻ ഹിറ്റുകളുമായിട്ടാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്റെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. അതുപോലെ മലയാളി പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു കംബാക്ക് കൂടിയുണ്ട്. നിവിൻ പോളിയുടേതാണ് അത്. വരുന്ന മാസങ്ങളിൽ വമ്പൻ സിനിമകളുമായി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് നിവിന്. ഇത്തവണ ലാലേട്ടനൊപ്പമാണ് നിവിൻ ക്ലാഷിനിറങ്ങുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ക്ലാഷിനൊരുങ്ങുന്നത്. മുൻപ് 3 തവണ ഇരുവരുടെയും സിനിമകൾ ഒന്നിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയിട്ടുണ്ട്. 2015 ആദ്യമായി മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒന്നിച്ചെത്തിയത്. സത്യൻ അന്തിക്കാടിന്റെ എന്നും എപ്പോഴും, വിനീത് ശ്രീനിവാസന്റെ ഒരു വടക്കൻ സെൽഫി എന്നീ സിനിമകളാണ് ആ വർഷം മാർച്ച് 27 ക്ലാഷിനെത്തിയത്. 2017 ഓണത്തിനായിരുന്നു വീണ്ടും ഇരുവരുടെയും സിനിമകൾ ഒരുമിച്ചെത്തിയത്. ലാൽ ജോസ് ചിത്രമായ വെളിപാടിന്റെ പുസ്തകവുമായി മോഹൻലാൽ എത്തിയപ്പോൾ അൽതാഫ് സലീം ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയായിരുന്നു നിവിൻ ചിത്രം. 2019 ഓണം സീസണിലും ഇരുവരുടെയും സിനിമകൾ വീണ്ടും ഏറ്റുമുട്ടി. ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി ഒരുക്കിയ ലവ് ആക്ഷൻ ഡ്രാമയുമായി നിവിൻ പോളി എത്തി. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയായിരുന്നു അന്നത്തെ മോഹൻലാൽ ചിത്രം. ഇപ്പോഴിതാ ഇത്തവണ ക്രിസ്മസിന് മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തുകയാണ്. നിവിന്റെ സർവം മായയും മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭയുമാണ് ഒരുമിച്ചെത്തുന്നത്. അഖിൽ സത്യൻ ഒരുക്കുന്ന സർവം മായ ഹൊറർ കോമഡി ടോണറിലാണ് ഒരുങ്ങുന്നത്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ ഒരുക്കുന്ന ചിത്രമാണ് സർവം മായ. വലിയ പ്രതീക്ഷകളാണ് നിവിൻ ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത്. ഡിസംബർ 25 സർവം മായ തിയേറ്ററുകളിൽ എത്തും. പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയാകട്ടെ ആഗോളതലത്തിൽ ഡിസംബർ 25 പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. നവംബർ 6 സിനിമ പുറത്തിറങ്ങുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. നിരവധി തവണ സിനിമയുടെ റിലീസ് തീയതി മാറ്റിവെച്ചിരുന്നു. സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം, തെലുങ്ക് ദ്വിഭാഷയായിട്ടാണ് ഒരുങ്ങുന്നത്. കൂടാതെ തമിഴ്, കന്നഡ, ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മൊഴിമാറ്റിയെത്തും.